കേസായ പുറം ലോകം അറിയുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള യുദ്ധം എന്നായിരിക്കും. നമ്മുടെ അച്ഛൻ ഇത്രയും വൃത്തിയായിട്ട് ഒരാളാണെന്ന് സമൂഹം അറിഞ്ഞ നമ്മളും അതേ സ്വഭാവക്കാരാണെന്ന് എല്ലാരും കരുതും. അത് നമ്മുടെ ബിസിനസിനെ പോലും ബാധിക്കും. ജോലി സ്ഥലത്ത് നിനക്ക് പ്രശ്നങ്ങളുണ്ടാവും. അച്ഛന്റെ ക്രിമിനൽ പശ്ചാത്തലം SI ടെസ്റ്റ് പാസ്സായി നമ്മുടെ അനിയത്തിമാരുടെ ഭാവിയെയും ബാധിക്കും. ചേച്ചി ആ പറഞ്ഞത് ശരിയാ. തൽക്കാലം നമ്മളിത് പോലീസിൽ അറിയിക്കണ്ട. അനുഗീച്ചി എന്തു പറയുന്നു? നിങ്ങളുടെയൊക്കെ തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഈശ്വര, അഭിമന്യു. അഭിമന്യു ഇനി സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത്? ഞാനിപ്പോ എന്താ പറയാ? ഹലോ അമൃത, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാ. താൻ തിരക്കിലാണോ? അല്ല, പറഞ്ഞോളൂ. അന്ന് ഫംഗ്ഷനിൽ നടന്ന സംഭവത്തിന്റെ ലാബ് ടെസ്റ്റ് റിസൾട്ട് കിട്ടി. അന്ന് സെർവ് ചെയ്ത ഫ്രൈഡ് റൈസിൽ കെമിക്കൽസ് കലർന്നിട്ടുണ്ട്. ആരോ ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ അത്. അതെ, അത് വേറെ ആരുമല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ സ്വന്തം അച്ഛനാ. ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തതേ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാ. താൻ ഇതെങ്ങനെ വിട്ടുകളയരുത്. കേസ് കൊടുക്കണം, അന്വേഷണം വേണം. ഈ ദ്രോഹം ചെയ്ത ആരാണെങ്കിലും അവരെ കൈയോടെ പിടികൂടണം. അതൊന്നും വേണ്ട. ആരും മനഃപൂർവ്വം ചെയ്തൊന്നും ആവില്ല. ഞങ്ങളോട് അതിന് മാത്രം വിരോധം തോന്നേണ്ട കാര്യം ആർക്കും ഇല്ലല്ലോ. എന്തടിസ്ഥാനത്തിൽ അമൃത അങ്ങനെ പറയുന്നത്? ഇതുപോലൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളമ്പാനുള്ള ഭക്ഷണത്തിൽ കെമിക്കൽ കലർത്തി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കണമെങ്കിൽ അത് മുൻവൈരാഗ്യമില്ലാതെ ആരെങ്കിലും ചെയ്യൂ? അമൃത, താൻ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം തീർച്ചയായിട്ടും വേണം. ശരി, തനിക്ക് പരാതിയില്ലെങ്കിൽ വേണ്ട. ഞാനിത് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം. അല്ല, ഇതൊരു പക്ഷേ ആ ഭക്ഷണം ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പെങ്ങാനും കെമിക്കൽ കലർന്നതായിരിക്കോ? അത് നമുക്കറിയില്ലല്ലോ. താനെന്താ അങ്ങനെ ചോദിച്ചത്? എന്റെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്ന് ആരെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെന്നാണോ? അങ്ങനെ സംഭവിക്കുമെന്ന് താൻ കരുതുന്നുണ്ടല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞേ. പ്രത്യേകിച്ച് ആരെയും നമുക്ക് സംശയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വെറുതെ പോലീസിനൊന്നും ഇടപെടുത്തിക്കണ്ടെന്ന് പറഞ്ഞതാ. അമൃത, താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ആരാണ് ഈ ചതി ചെയ്തതെന്ന് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അന്ന് നടന്ന ആ പൊട്ടിത്തെറിക്ക് പിന്നിൽ ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്താ തനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, പോലീസിൽ അറിയിച്ചില്ലെങ്കിൽ വേണ്ട. ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. അവിടെയുള്ള നിങ്ങളുടെ സ്റ്റാഫുകളെ നമുക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യാം. തെറ്റ് ചെയ്ത് ആരെന്ന് കണ്ടെത്തി നമുക്ക് അവരെ അകറ്റി നിർത്താലോ. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അമൃത? വേണ്ട, ഇവിടെ ആരെയും ഞങ്ങൾക്ക് സംശയമില്ല. ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.